ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? കൊള്ളാം കൊള്ളാം. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? ഇവിടെ ഒന്ന് നിൽക്കാവോ? പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. Amazing experience. It's like always. I don't think Malayalam cinema doesn't disappoint me. Every time you come here and you see something totally new. And again I saw something totally new, very magical. Fantastic. Why you take initiative to present this movie in Malayalam? Why you take initiative for a Malayalam movie to present? Because I love the film. I'm a cinephile. I love cinema. Anything good I see, I will obviously talk about it. I'll do anything for good films. ആണോ ചോദിച്ചോ? അത് തന്നെയാണ്, ആ ഒരു ഫീഡ്ബാക്കിന് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഞങ്ങൾ സിനിമ ചെയ്തു, ഇനി അത് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ 23-ാം തീയതി റിലീസാവുകയാണ്. ഇന്നിപ്പോൾ വളരെ അടുത്ത ഒരു ഫ്രറ്റേണിറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോ വെച്ചതാണ് വിത്ത് അനുരാഗ് സേഴ്സ് പ്രസൻസ് ആൻഡ് ബ്ലെസ്സിങ്സ്. അപ്പോൾ ഞങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇനി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് സിനിമയാണ്. സിനിമ കണ്ടിട്ടുള്ള ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത്. ഇല്ല, ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ സിനിമകളൊക്കെ നല്ല സിനിമകളാണെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. സോ എനിക്കൊരു വിശ്വാസവും പ്രതീക്ഷയുമുണ്ട്. ഞങ്ങൾ നല്ലത് വിചാരിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ പ്രേക്ഷകർ ഇതിനെ വിഷ്വലി അതിൻ്റെ ബ്യൂട്ടി അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ തോന്നുന്നത്. ഹാപ്പിയാണ്. ഓക്കെ, ഇപ്പോഴാണ് പടം ഫുള്ളായിട്ട് കാണുന്നത്, ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു ഗൈസ്. അതെ, അതിനെക്കുറിച്ച് അധികം പറഞ്ഞാൽ ഇപ്പോൾ സ്പോയിലറായി പോകും. അപ്പോൾ എന്തായാലും അത് തിയേറ്ററിൽ ആൾക്കാർ കാണട്ടെ. ഐ തിങ്ക് ദാറ്റ്സ് ദി ബെസ്റ്റ്. ഞാൻ ചെയ്ത മൂവിയുടെ റിവ്യൂ ഞാൻ തന്നെ ഐ തിങ്ക് അതിന് ഓഡിയൻസ് തന്നെ പറയണം. പക്ഷേ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഒരുപാട് സന്തോഷമുണ്ട്, ഗ്രേറ്റ്ഫുള്ളാണ് ദൈവത്തിനോടും ടീമിനോടും എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഇനി ഓഡിയൻസ് വേണം പറയാൻ, ഇനി അവരുടെ കയ്യിലാണ് ആക്ച്വലി മൂവി ഇരിക്കുന്നത്. ബട്ട് എക്സ്പീരിയൻസ് വാസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഷൂട്ടിംഗ് പ്രോസസ്സ് തന്നെ. സോ നൗ ഇറങ്ങിക്കഴിഞ്ഞു, ലെറ്റ്സ് സീ. പെർഫോമൻസുകളെല്ലാം കൊള്ളാം. കോൺഫിഡൻസ് ആയതുകൊണ്ട് കുറച്ചൊരു ആ റോ സാധനം കണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് തലതാണ്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് രസമാണ്. എക്സ്പീരിയൻസ് മൂവീസ് കാണാൻ എപ്പോഴും രസമാണ്, ഫണ്ണാണ്. വേറൊരു കൈൻഡ് ഓഫ് മൂഡാണ് അത്, ഒരു ഇമോഷൻലെസ് കൈൻഡ് ഓഫ്. ഇതിന് ജോണർ ഒരു കൈൻഡ് ഓഫ് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി വരും. ത്രില്ലറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരില്ല. പക്ഷെ നമ്മളങ്ങനെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തും ഫസ്റ്റ് ഹാഫ് മൊത്തം. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ അതിൻ്റെ അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഫസ്റ്റ് ഹാഫ് വാട്ട് ഈസ് സെക്കൻഡ് ഹാഫ്. എന്തും ഇങ്ങനെ ഫുട്ടേജ് മനുഷ്യയുടെ ഫുട്ടേജ് എന്ന് പറഞ്ഞ മൂവി ഒരു ഡിഫറെൻറ്റ് ജോണറിലുള്ളൊരു മൂവിയാണ്. മേക്കിംഗ് ഒക്കെ ഭയങ്കര ഗംഭീരമാണ്. ഡിറക്ഷനാണെങ്കിലും ക്യാമറയാണെങ്കിലും എഡിറ്റിങ്ങും അതിൽ അഭിനയിച്ചിരിക്കുന്നവരും പിന്നെ സൗണ്ട് രക്ഷയില്ല. സൗണ്ട് ഭയങ്കരമായിട്ട് മൂവീനെ ഭയങ്കര അപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഒരു ഹോളിവുഡ് മൂവി ചെയ്യുന്നൊരു ഇതാണ്. നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു മേക്കിങ്ങും ഒരു സ്ക്രിപ്റ്റും ഒക്കെയാണ്. ഫാമിലി എല്ലാ ഓഡിയൻസിനും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു മൂവി. മീൻസ് എനിക്ക് തോന്നുന്നു അല്ലേ, അപ്പം ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല. ബട്ട് ഇതൊരു ഇവരുടെ ഒരു ന്യൂ ഒരു എന്താ പറയുക എക്സ്പെരിമെൻ്റ് ആണ്. സൈജുവിൻ്റെയും ഷബുവിൻ്റെയും മഞ്ജു ചേച്ചിയുടെയും എല്ലാവരും വളരെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിയലി വെയിറ്റിംഗ് ടു സീ ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സൈജുവിനെ ഐ തിങ്ക് ടെക്നിക്കലി നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള എഡിറ്ററാണ്.
ആൻഡ് നമ്മളൊക്കെ വളരെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് I was really looking forward to see what he has done.